ഹായ് ഫ്രണ്ട്സ്, സാനസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബഷീർ ദിന ക്വിസ് പാർട്ട് 3 നോക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം കൊച്ചു മുഹമ്മദ്. ബഷീർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം സുവാർത്ത നൽകുന്നവൻ. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ്? ഉത്തരം പി എ ബക്കർ. സിനിമയാക്കിയ ബഷീറിന്റെ രണ്ടാമത്തെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്നത് എന്താണ്? ഉത്തരം ടാറ്റ. ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിന്റെ ഐരാവതങ്ങൾ. ബഷീറിന്റെ ജീവചരിത്രമായ ബഷീറിന്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? ഉത്തരം ഇ എം അഷ്റഫ്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏതാണ്? ഉത്തരം ഉജ്ജീവനം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ഇ എം അഷ്റഫ്. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിൽ ഉള്ളതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ്. നീ മാത്രം. ബഷീറിന്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിൽ നിന്നാണ്. ഏതാണ് ഈ കഥ? ഉത്തരം അനർഘനിമിഷം. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഉത്തരം മതിലുകൾ. നെട്ട് ഹംസന്റെ വിക്ടോറിയ എന്ന നോവലുമായി സാമ്യം ആരോപിക്കപ്പെട്ട ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. ബഷീറിന് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകിയ വർഷം ഏതാണ്? ഉത്തരം 1982. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് കഥാപാത്രമായി വരുന്ന മലയാള നോവൽ ഏത്? ഉത്തരം സമുദ്രശില. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയാണ്? ഉത്തരം ഭാർഗവീ നിലയം, ബാല്യകാലസഖി. ബഷീറിനെ കുറിച്ച് എന്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. ബഷീറിനെ കുറിച്ച് എന്റെ ബഷീർ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം കൽപ്പറ്റ നാരായണൻ. വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമേത്? ഉത്തരം പത്മശ്രീ പുരസ്കാരം. ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം റൊണാൾഡ് ഇ ആഷർ. മൂക്ക് കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ കൃതിയായ ബാല്യകാലസഖി പഠന വിഷയമാക്കിയത് ആര്? ഉത്തരം കുട്ടിക്കൃഷ്ണമാരാർ.
ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം പെരുമ്പടവം ശ്രീധരൻ. ഭാഷയിലെ വ്യവസ്ഥാപിക വ്യാകരണ സംവിധാനത്തെ കളിയാക്കിക്കൊണ്ട് പളുങ്കൂസൻ വ്യാകരണം എന്ന് ബഷീർ എഴുതിയത് ഏത് കൃതിയിലാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. വിരൂപയായ നായികയും കോങ്കണ്ണും കൂനുമുള്ള യാചകനായ നായകനുമുള്ള ബഷീർ എഴുതിയ കഥ ഏതാണ്? ഉത്തരം തങ്കം. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏതാണ്? ഉത്തരം യാ ഇലാഹി. സാറാമ്മയും കേശവൻ നായരും ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ഉത്തരം പ്രേമലേഖനം. സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രം ഏതാണ്? ഉത്തരം മതിലുകൾ. പാപ്പച്ചൻ, താര എന്നിവർ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ഉത്തരം താര സ്പെഷ്യൽസ്. ബഷീറിന്റെ അപൂർവങ്ങളായ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫറായ പുനലൂർ രാജൻ ബഷീറിനെ കുറിച്ച് രചിച്ച പുസ്തകമേതാണ്? ഉത്തരം ബഷീർ ഛായയും ഓർമ്മയും. എം.എൻ. കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യത്തിന്റെ പേരെന്താണ്? ഉത്തരം ബഷീർമാല. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരായിരുന്നു? ഉത്തരം എം.എൻ. വിജയൻ. പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകാൻ ആഗ്രഹിച്ച പേര് എന്താണ്? ഉത്തരം ആകാശമിഠായി. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറിച്ച് ബഷീർ എഴുതിയ ഗ്രന്ഥം ഏതാണ്? ഉത്തരം എം.പി. പോൾ. മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത് ആരാണ്? ഉത്തരം KPAC ലളിത. ബഷീറിന്റെ എം.പി. പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? ഉത്തരം 1991. വൈക്കം മുഹമ്മദ് ബഷീർ അഭിനയിച്ച സിനിമ ഏതാണ്? ഉത്തരം ധ്വനി. കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാത്ഭുതമാണ് ബഷീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം OV വിജയൻ. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേര് എന്താണ്? ഉത്തരം പൂവമ്പഴം. ബഷീർമാല എന്ന പാട്ടുകാവ്യത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം എം.എൻ. കാരശ്ശേരി. ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷമേത്? ഉത്തരം 1977. ബഷീറിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായി പ്രൊഫസർ എം.എൻ. വിജയൻ എഴുതിയ കൃതി ഏതാണ്? ഉത്തരം മരുഭൂമികൾ പൂക്കുമ്പോൾ. ബഷീർ സ്ഥാപിച്ച തീവ്രവാദ സംഘടനയായ
വാനരസേനയുടെ മുഖപത്രം ഏതാണ്? ഉത്തരം ഉജ്ജീവനം. ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ഏതാണ്? ഉത്തരം ധർമ്മരാജ്യം. ബഷീറിന്റെ ധർമ്മരാജ്യം എന്ന ലേഖന സമാഹാരത്തിന് അവതാരിക എഴുതിയത് ആരാണ്? ഉത്തരം ബോധേശ്വരൻ. ബഷീർ മാനസിക രോഗിയായ സമയത്ത് ബഷീറിനെ ചികിത്സിച്ച വൈദ്യൻ ആരായിരുന്നു? ഉത്തരം പി.സി. ഗോവിന്ദൻ നായർ.